അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്. സയ്യിദന്മാർക്ക് ഇനിയിപ്പോൾ നേതൃത്വത്തിലില്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റും ആദരവും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഏത് രൂപത്തിലുള്ള ആളുകളാണെങ്കിലും അതിന് പണ്ഡിതന്മാർ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. നോർമലി ഒരു സയ്യിദ് അദ്ദേഹം തെറ്റായ പ്രവൃത്തി ചെയ്യുമ്പോൾ തങ്ങന്മാരെല്ലാവരും അങ്ങനെയാണ് എന്നൊരു ശൈലിയാണ് നമ്മുടെ നാട്ടുകാർ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഒരു ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് അറിഞ്ഞുകൊണ്ടാകാം, അറിയാതെയാകാം, എന്തായാലും തെറ്റ് സംഭവിച്ചാൽ ഈ ഉസ്താദ്മാരൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, അങ്ങനത്തെ നിയമം വരണം, ഇങ്ങനത്തെ നിയമം വരണം. ആ രൂപത്തിലാണ് നമ്മളെ ചിന്തകൾ, തോട്ട്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് എല്ലാവരും ഉത്തരവാദികളല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും അതിൻ്റെ ബാക്കിൽ പോവാം. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് ഒരു പുതിയൊരു ഇരയെ കിട്ടിയ ലാഘവത്തിലുണ്ടാവുക. ഓർക്ക് പിന്നെ അതൊരാഴ്ച ന്യൂസ് ഓടിപ്പിക്കാനുള്ളൊരു ഫീച്ചറായിട്ടത് മാറുകയാണ്. ഏത് മാറ്റർ ആണെങ്കിലും, ഞാൻ സയ്യിദന്മാരും ഉസ്താദന്മാരും മാത്രമല്ല, മൊത്തത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഒരു പള്ളിയിലച്ഛനാണെങ്കിലും അതേപോലെ തന്നെ ഒരു അമ്പലത്തിൽ പൂജാരി ആണെങ്കിലൊക്കെ തന്നെയാണ് അവസ്ഥ. ഒരു വിഭാഗം ആൾക്കാർ വന്നിട്ട് എല്ലാ പൂജാരിമാരും അങ്ങനെയാണ്, എല്ലാ പള്ളിയിലച്ഛന്മാരും അങ്ങനെയാണ്, എല്ലാ ഉസ്താദന്മാരും അങ്ങനെയാണ്, എല്ലാ തങ്ങന്മാരും അങ്ങനെയാണെന്നുള്ള രൂപത്തിലേക്കുള്ള ടേണിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. ഏതായാലും ഞാൻ വിഷയം പറയുന്നത് സയ്യിദന്മാർ, തങ്ങന്മാർ, റസൂലുള്ളാഹിൻ്റെ മക്കൾ, പേരക്കുട്ടികൾ കുറ്റം പറയാൻ പാടില്ല. ഇപ്പം നമ്മുടെ കേരളത്തിൽ പല രൂപത്തിൽ അറിയപ്പെട്ട സയ്യിദന്മാരുണ്ട്. അത് ഇസ്ലാമികമായിട്ടും മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്, രാഷ്ട്രീയപരമായിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് നല്ലത് കാണുമ്പോഴും നമുക്ക് പറ്റാത്തത് അവർ ചെയ്യുന്നത് കാണുമ്പോഴും നമുക്ക് അവരോട് ദേഷ്യമുണ്ടാവുക എന്നുള്ള സ്വാഭാവികം. ഇപ്പം നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് നിൽക്കുന്ന ഒരു തങ്ങൾ, ആ തങ്ങൾ ഒരു നല്ല കാര്യം ചെയ്താലും എതിർ രാഷ്ട്രീയക്കാർക്ക് അത് പിടിക്കൂല. അപ്പോൾ അവർ അതിനെക്കുറിച്ച് എന്തൊക്കെയോ പറയുമ്പോൾ കൂട്ടത്തിൽ തങ്ങളെ മാക്സിമം താഴ്ത്തി കിട്ടുക. അപ്പോൾ അവർ പ്രവൃത്തി എന്തോ ആവട്ടെ, അതിനെക്കുറിച്ച് എന്തോ പറയട്ടെ, പക്ഷെ തങ്ങളിൽ നിന്നുള്ള ആ വ്യക്തിയെ സെപ്പറേറ്റ് ആക്ഷേപിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അതിന് അവർ ഓൾറെഡി ചിലപ്പം ആഖിറത്തിൽ കഴിച്ചിലായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ കാരണം കൊണ്ട് നമ്മൾ ആഖിറം നമ്മൾ ഇല്ലാതാക്കുകയാണ്. അതേപോലെ തന്നെ ആത്മീയമായ നേതൃത്വം കൊടുക്കുന്ന തങ്ങൾ, അവർ നല്ല രൂപത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അവർക്കും എതിർ പാർട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് തന്നെ കുറേ സംഘടനകൾ ഉണ്ടാവും. അതിൽപ്പെട്ട ഏതെങ്കിലും സംഘടനേൻ്റെ ആളായിരിക്കും. അത് ചെയ്യുന്നത് സഹിക്കാത്ത, അഥവാ ഒരു ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത അസൂയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ആ രൂപത്തിലുള്ള ആൾക്കാർ അവരെ തള്ളിപ്പറയാം. അതേപോലെ തന്നെ നമ്മുടെ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കും. പിന്നെ കുറേ ഹബീബ് തങ്ങളത്തൊക്കെ കുറേ സംഭവം പറയാനുണ്ട് ആ വിഷയത്തിൽ. ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്. അപ്പോൾ നൂർ ഹബീബ് തങ്ങൾ മജ്ലിസൊക്കെ വന്ന് ഉയർന്നു വന്നപ്പോൾ അതുവരെ ഇല്ലാത്ത കുറേ ആളുകൾ വന്നിട്ട് എതിർക്കുക. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം തങ്ങളല്ല, പിന്നെ അനിയനല്ല. അങ്ങനെ കുറേ കല്യാണം കഴിച്ചു. പണ്ട് ഓട്ടോ ഡ്രൈവറായിരുന്നു, ഫുട്ബോൾ കളിച്ചിരുന്നു, മാനേജറായിരുന്നു, ഇതൊക്കെ പറഞ്ഞു. ഒരാൾ തങ്ങളാണ് ഉസ്താദാണെന്ന് വിചാരിച്ച് ഫുട്ബോൾ കളിക്കാൻ പാടില്ല, ഓട്ടോറിക്ഷ ഓടിക്കാൻ പാടില്ല, ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ആർക്കും എന്ത് ജോലിയും ചെയ്യാം. അതുപോലെ തന്നെ കല്യാണം കഴിച്ച വിഷയത്തിൽ കറക്റ്റ് തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യാം. അതേപോലെ ഓട്ടോ ഓടിച്ച വിഷയം, ഫുട്ബോൾ ടീമിനെ കൊണ്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, അത് ജോലിയുടെ ഭാഗമായിട്ട് കൊണ്ട് നടന്നു. അത് അന്നത്തെ കാലത്ത്, പിന്നീട് മാറി അദ്ദേഹം ഈ നിലയിലായി. അത് എല്ലാവർക്കും ഓരോ ഫീഡ്ബാക്കുകളും ഫ്ലാഷ് ബാക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സംഭവങ്ങൾ വരുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ പിന്നീട് അതൊക്കെ കഴിഞ്ഞു പോയി, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി, നല്ല രൂപത്തിലേക്ക് പഠിച്ചവനായിട്ട് അടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം, അപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുവരിക. അതുകൊണ്ട് ഗുണം ആർക്കുണ്ടാവുമെന്ന് ചോദിച്ചാൽ അതും തങ്ങൾക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആഖിറത്തിലേക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുകയല്ലേ കുറേ ആൾക്കാർ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയ്യിദന്മാർ നമ്മൾ കുറ്റം പറയുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഒരു ആഖിറം രക്ഷപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ആഖിറം നഷ്ടപ്പെടുത്തരുത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈ ഷാബാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ നന്നാക്കട്ടെ. ഒരു ഉസ്താദുമാരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള തങ്ങന്മാരെയും ഒരു
സംഘടനയുള്ള ഉസ്താദുമാരെയും മറ്റു ഏത് മതക്കാരെയും കുറ്റം പറയാതെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ ആ തെറ്റിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നല്ലാതെ ആ ഒരു വ്യക്തിയെ മാത്രം ആക്രമിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.